ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് ഫാസിൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് SSLC മാത്സിലെ ഫസ്റ്റ് ചാപ്റ്ററായ അരിത്തമാറ്റിക് സീക്വൻസ് ആണ്. എന്താണ് അരിത്തമാറ്റിക് സീക്വൻസ്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 3, 6, 9, 12, 15, 18 എക്സെട്ര. ഇതൊരു സീക്വൻസ് ആണ്. എന്താണ് ഈ സീക്വൻസിൻ്റെ പ്രത്യേകത? ഇവിടെ 3ൻ്റെ കൂടെ ഒരു 3 ആഡ് ചെയ്തപ്പോഴാണ് 6 കിട്ടിയത്. 6ൻ്റെ കൂടെ ഒരു 3 ആഡ് ചെയ്തപ്പോഴാണ് 9 കിട്ടിയത്. 9ൻ്റെ കൂടെ ഒരു 3 ആഡ് ചെയ്തപ്പോഴാണ് 12 കിട്ടിയത്. 12ൻ്റെ കൂടെ 3 ആഡ് ചെയ്തപ്പോൾ 15 കിട്ടി. അപ്പോൾ ഇവിടെ എന്താണ്, 3 വെച്ച് ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തൊട്ട് മുമ്പുള്ള ടേമിൻ്റെ കൂടെ 3 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആ പുതിയ ഒരു അടുത്ത ടേം നമുക്ക് കിട്ടും. ഇപ്പോൾ ഈ ഒരു സീക്വൻസിൽ 3 വെച്ചിട്ടാണ് ആഡ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനെ ആഡ് ചെയ്യുന്ന നമ്പറിനെ നമ്മൾ കോമൺ ഡിഫറൻസ് എന്ന് പറയും. ഇപ്പോൾ ഈ ഒരു സീക്വൻസിൽ 3 ആണ് ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കോമൺ ഡിഫറൻസ് എന്താണ്? 3 ആണ്. ഓക്കെ, ഇനി നമുക്ക് ഈ അരിത്തമാറ്റിക് സീക്വൻസിന് എങ്ങനെ എഴുതാം? x1 ഫസ്റ്റ് ടേം കഴിഞ്ഞ് ഇനി അടുത്ത എന്താ? സെക്കൻഡ് ടേം എന്താണ്? x1ൻ്റെ കൂടെ ഒരു വട്ടം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോഴാണ് സെക്കൻഡ് ടേം കിട്ടുന്നത്. അതേപോലെ x1ൻ്റെ കൂടെ വീണ്ടും ഒരു കോമൺ ഡിഫറൻസും കൂടിയും ആഡ് ചെയ്യുമ്പോഴാണ് മൂന്നാമത്തെ ടേം കിട്ടുന്നത്. അതായത് തൊട്ട് മുമ്പുള്ള ടേമിൻ്റെ കൂടെ ഒരു കോമൺ ഡിഫറൻസ് കൂടി നമ്മൾ ആഡ് ചെയ്യുന്നു. അപ്പോൾ എന്തായി? അത് അടുത്ത ടേം നമുക്ക് കിട്ടുന്നു. ഇനി ഇത് തേർഡ് ടേമിൻ്റെ കൂടെ ഒരു ഡിയും കൂടി ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു? ഫോർത്ത് ടേം നമുക്ക് കിട്ടുന്നു. അപ്പോൾ എന്താവും? x1 + 3d. ഇനി അടുത്ത ടേം എന്തായിരിക്കും? നിങ്ങൾ പറയൂ. x1ൻ്റെ കൂടെ 4d ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് അഞ്ചാമത്തെ ടേം നമുക്ക് കിട്ടുന്നത്. ഇതേപോലെ അടുത്തടുത്ത ടേം പോയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ഇനി ഇത് നമുക്ക് ഒരു ജനറൽ ഇക്വേഷനായിട്ട് nth ടേം കണ്ടുപിടിക്കാനുള്ള ഒരു ജനറൽ ഇക്വേഷനായിട്ട് എങ്ങനെ എഴുതാം? xn nth ടേം ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ടേം പ്ലസ് n-1 ഇൻറ്റു d എന്ന് നമുക്ക് എഴുതാം. ഇവിടെയൊക്കെ നോക്കൂ, ഇത് x1 ഫസ്റ്റ് ടേം അങ്ങനെ ഇരുന്നോട്ടെ. അടുത്ത ടേം മുതൽ നമ്മൾ നോക്കൂ, x2, ഇത് x3, ഇത് x4, ഇത് x5. ഇതിലൊക്കെ നോക്കൂ. x2 ഒന്ന് നോക്കിക്കാൻ. ഈ x2 എന്നുള്ളത് നോക്കുമ്പോൾ ഈ x2ലെ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? സെക്കൻഡ് ടേം. അപ്പോൾ ഈ 2ൽ നിന്ന് 1 മൈനസ് ചെയ്യുമ്പോൾ 1 മൈനസ് ചെയ്തിട്ടാണ് നമുക്ക് അടുത്ത d ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ x3 എന്നാണ്. x3ലെ 3ൽ നിന്ന് 1 മൈനസ് ചെയ്തപ്പോൾ എത്ര കിട്ടി? 2 കിട്ടി. അപ്പോൾ 2d ആഡ് ചെയ്യുന്നു. x4ൽ 4ൽ നിന്ന് 1 മൈനസ് ചെയ്യുമ്പോൾ 3 കിട്ടുന്നു. അപ്പോൾ 3d ആഡ് ചെയ്യുന്നു. അങ്ങനെ x5ൽ എന്തായി? x5ൽ 5ൽ നിന്ന് 1 മൈനസ് ചെയ്യുമ്പോൾ 4 ആവും. അപ്പോൾ 4d ആഡ് ചെയ്യുന്നു. അങ്ങനെയാണ് ഈ ജനറൽ ഇക്വേഷൻ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം എങ്ങനെ കോമൺ ഡിഫറൻസ് രണ്ട് ടേമുകൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ x3 ഈസ് ഈക്വൽ ടു 9 എന്നും x6 ഈസ് ഈക്വൽ ടു 18 എന്നും നമുക്ക് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ഇത് രണ്ട് മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. x3 എന്താണെന്നും x6 എന്താണെന്നും മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. ഇത് വച്ചിട്ട് നമ്മളെടുത്ത് കോമൺ ഡിഫറൻസ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറയും. ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന ഈ സീക്വൻസ് തന്നെയാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ സീക്വൻസിൽ നിന്ന് തന്നെയുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ x3 എന്താണെന്നും x6 എന്താണെന്നും തന്നിട്ടുണ്ട്. x3യുടെ വാല്യൂ, x6ൻ്റെ വാല്യൂ. ഇത് വച്ചിട്ട് നമുക്ക് എങ്ങനെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം? നമുക്ക് x6 എന്തായിട്ട് എഴുതാം? x6 ഈസ് ഈക്വൽ ടു x3ൻ്റെ കൂടെ എത്ര കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് x6 കിട്ടുന്നത്? x3യുടെ കൂടെ നമുക്ക് ഈ സീക്വൻസിൽ നോക്കാം. ഇത് x1 ആണ്, 3x1 ആണ്, x6 x2 ആണ്, 9 x3 ആണ്, x4 12 ആണ്, x5 15 ആണ്, x6 എന്താണ്? 18 ആണ്. ഇത് വെച്ചിട്ടാണ് നമുക്ക് നോക്കാം. ഇവിടെ x3 എന്താണ്?
9 ആണ് നമുക്ക് തന്നിട്ടുള്ളത്. x3 9 എന്നും x6 18 എന്നുമാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ x3 9 തന്നിട്ടുണ്ട്, x6 18 തന്നിട്ടുണ്ട്. ഈ x3ൻ്റെ കൂടെ എത്ര വട്ടം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് x6 കിട്ടുന്നത്? x3ൻ്റെ കൂടെ ഒരു വട്ടം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോൾ x4 കിട്ടുന്നു. x4ൻ്റെ കൂടെ ഒരു കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോൾ x5 കിട്ടുന്നു. x5ൻ്റെ കൂടെ ഒരു കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോൾ x6 കിട്ടുന്നു. അപ്പോൾ 3 വട്ടമാണ് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താം? x6 ഈസ് ഈക്വൽ ടു x3 പ്ലസ് 3d. അതായത് x3ൻ്റെ കൂടെ 3 വട്ടം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? x6 കിട്ടുന്നത്. ഇനി മറ്റൊരു കാര്യം കൂടി നമുക്ക് നോക്കാം. ഈ 3 കണ്ടോ, x3യുടെ 3യും 3dയുടെ 3യും കൂടി ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഈ 6 കിട്ടണം. ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് അടുത്ത് നോക്കാം. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. x8 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും അങ്ങനെയാണെങ്കിൽ? ഇപ്പോൾ x3യിൽ നിന്ന് തന്നെ തന്നിട്ടുണ്ട്. x3 എന്താണ് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മളെ അടുത്ത് എന്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്? x8 എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? x3ൻ്റെ കൂടെ പ്ലസ് എത്ര വട്ടം d ആഡ് ചെയ്യുമ്പോഴാണ് x8 കിട്ടുന്നത്? ഒന്ന് ആലോചിച്ച് പറഞ്ഞേ. ഇപ്പോൾ 3ൻ്റെ കൂടെ ഇവിടെയുള്ള ഈ 3യുടെ കൂടെ എന്ത് ആഡ് ചെയ്യുമ്പോഴാണ് 8 കിട്ടുന്നത്? 5 ആഡ് ചെയ്യുമ്പോഴാണ് 8 കിട്ടുന്നത്. അപ്പോൾ 5d 5 കോമൺ ഡിഫറൻസ് നമ്മൾ ആഡ് ചെയ്യണം. ഓക്കെ. അപ്പോൾ x8 കിട്ടാൻ x3യുടെ കൂടെ 5 കോമൺ ഡിഫറൻസ് ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് ഈ കേസിലും x6 കിട്ടാൻ x3യുടെ കൂടെ 3 വട്ടം കോമൺ ഡിഫറൻസ്. ഇവിടെ കാണാം x3 9 ആണ്. 9ൻ്റെ കൂടെ 1 2 3 3 വട്ടം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോഴാണ് x6 കിട്ടുന്നത്. ഇനി നമുക്ക് നോക്കാം. നമുക്ക് ആകെ തന്നിട്ടുള്ളത് എന്താണ്? x3 എന്താണെന്നും x6 എന്താണെന്നും മാത്രമേ തന്നിട്ടുള്ളൂ. അതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം. ഓക്കെ. അപ്പോൾ x6ൻ്റെ വാല്യൂ എത്ര തന്നിരിക്കുന്നത്? 9 ഈസ് ഈക്വൽ ടു x3യുടെ വാല്യൂ 18. സോറി, ഞാൻ എഴുതിയത് മാറിപ്പോയി. x6ൻ്റെ വാല്യൂ എത്ര തന്നിരിക്കുന്നത്? 18 ഈസ് ഈക്വൽ ടു x3ൻ്റെ വാല്യൂ എത്ര തന്നിരിക്കുന്നത്? 9 പ്ലസ് 3d. ഇതിൽ നിന്ന് നമുക്ക് d കണ്ടുപിടിച്ചൂടെ? 3d എന്താവും? 3d ഞാൻ ഇപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുവന്നു. ഈസ് ഈക്വൽ ടു 18 മൈനസ് 9 ഈസ് ഈക്വൽ ടു 9. സോ d ഈസ് ഈക്വൽ ടു 9/3 വിച്ച് ഈസ് ഈക്വൽ ടു 3. ഇതന്നെയല്ല നേരത്തെ സീക്വൻസിലെ കോമൺ ഡിഫറൻസ് ആയി നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇങ്ങനെയും നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ. ഇനി മറ്റൊരു മെത്തേഡ് ഞാൻ കാണിച്ചു തരാം കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനുള്ള. ഇതേപോലെ തന്നെ നമുക്ക് രണ്ട് ടേമുകൾ തന്നു. x3 എന്താണെന്നും x6 എന്താണെന്നും നമുക്ക് തന്നു. ഇത് വച്ചിട്ട് നമ്മൾ എങ്ങനെ കോമൺ ഡിഫറൻസ് കാണും? ഒരു ഫോർമുലയാണ് നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. കോമൺ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ഇവിടെ ടേമുകൾ എന്താണ്? 18ഉം 9ഉം ആണ് ടേമുകൾ. അപ്പോൾ എന്ത് ചെയ്യണം? 18 മൈനസ് 9 ചെയ്യണം. ഡിവൈഡഡ് ബൈ ഇവിടെ പൊസിഷൻ എന്താണ്? 6ഉം 3ഉം ആണ് പൊസിഷൻ. അപ്പോൾ 6 മൈനസ് 3 ചെയ്യണം. ഓക്കെ. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 18 മൈനസ് 9 ചെയ്യുമ്പോൾ 9 കിട്ടും. 6 മൈനസ് 3 ചെയ്യുമ്പോൾ വാട്ട് വിൽ വി ഗെറ്റ്? 3 കിട്ടും. ഇത് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 3 കിട്ടും. അപ്പോഴും കോമൺ ഡിഫറൻസ് നമുക്ക് 3 തന്നെ കിട്ടി. ഇത്രയേ ഉള്ളൂ കോമൺ ഡിഫറൻസ്. രണ്ട് ടേമുകൾ തന്നു കഴിഞ്ഞാൽ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്. ഓക്കെ. അപ്പോൾ രണ്ട് മെത്തേഡ് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് നോക്കാനുള്ളത് അരിത്തമാറ്റിക് സീക്വൻസിൻ്റെ സം എന്താണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. നമുക്ക് അരിത്തമാറ്റിക് സീക്വൻസിൻ്റെ സം കാണാം. ഇപ്പോൾ നേരത്തെ പറഞ്ഞ സീക്വൻസ് തന്നെ എടുക്കാം. 3 6 9 12 15 18 21. ഇപ്പോൾ ഇതൊരു സീക്വൻസ് ആണ്. ഇത്രയും
നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ഇതൊരു അരിത്തമാറ്റിക് സീക്വൻസ് ആണ്, നമുക്കറിയാലോ. 3 ആഡ് ചെയ്ത് പോകുന്ന ഒരു കോമൺ 3 കോമൺ ഡിഫറൻസ് ഉള്ള ഒരു അരിത്തമാറ്റിക് സീക്വൻസ് ആണ്. ഇനി ഇതിൽ എന്താ സംഭവിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതിൻ്റെ സമ്മാണ്. ഇതിനൊരു പ്രത്യേകത ഉണ്ട്. ഇവിടെ എത്ര ടേംസ് ഉണ്ട്? 1 2 3 4 5 6 7 ടേംസ് ഉണ്ട്. 7 എന്താണ്? ഒരു ഓഡ് നമ്പറാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ നടുവിലത്തെ ടേം നമ്മൾ കണ്ടുപിടിക്കണം. അതിനെന്ത് വേണം? n+1 ഡിവൈഡഡ് ബൈ 2 ചെയ്യണം. n എന്താണ് ഇവിടെ? 7 ആണ്. +1/2. അപ്പോൾ എന്ത് കിട്ടും? 8/2 ഈസ് ഈക്വൽ ടു 4 കിട്ടും. ഓക്കെ, അപ്പോൾ 4 എന്താണ്? ഇനി എന്താ ചെയ്യേണ്ടത്? ആ 4 വെച്ചിട്ട് ഫോർത്ത് ടേമാണ് സെൻട്രലിലുള്ള ടേം. ഇത് നമുക്ക് ഈസി ആയിട്ട് അറിയാം. 7 ടേംസ് ആണ്. അതിൻ്റെ നടുവിലുള്ളത് ഏത് ടേമാണെന്ന് നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കേണ്ട അറിയില്ല. കണ്ടുപിടിക്കാൻ എളുപ്പമാണ്, ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത കാര്യമാണ്. പക്ഷെ ഞാനിത് ഇങ്ങനെയാണ് ചെയ്യാമെന്ന് പറഞ്ഞു തരാനുള്ള കാരണം, ഒരുപാട് നമ്പേഴ്സ് തന്നു. ഇപ്പോൾ 15 21 അല്ലെങ്കിൽ ഇതൊക്കെ ഓഡ് നമ്പേഴ്സാണ്, അല്ലെങ്കിൽ 25 ഇങ്ങനെയൊക്കെ തന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് നടുവിലത്തെ ടേം സെൻട്രലിലെ ടേം ഏതാണെന്ന് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് +1 ഡിവൈഡഡ് ബൈ 2 അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ നടുവിലത്തെ ടേം ഏതാണെന്ന് കിട്ടുക. അങ്ങനെയാണ് നമുക്ക് 12 സെൻട്രലിലെ ഫോർത്ത് ടേമാണ് ഇവിടെ സെൻട്രലിലെ ടേമായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? സം ഈസ് ഈക്വൽ ടു എന്താണ് സെൻട്രലിലെ ടേം? 12. 12ൻ്റെ കൂടെ ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് എത്രയാണ്? 7. ഇവിടെ എത്ര ടേം ഉണ്ട്? 1 2 3 4 5 6 7 ടേംസ് ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അപ്പോൾ 7 ടേംസ് ഉണ്ടെങ്കിൽ ആ 7 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സം എന്താണ്? സെൻട്രലിലെ ടേം ഇൻറ്റു ടോട്ടൽ നമ്പർ ഓഫ് ടേം. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? ഈസ് ഈക്വൽ ടു 77 84 എന്ന് കിട്ടും. ഓക്കെ, സം 84. ഇങ്ങനെയാണ് ഓഡ് നമ്പർ ഓഫ് ടേംസ് നമുക്ക് കണ്ടുപിടിക്കാൻ തരികയാണെങ്കിൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. എന്താ ഫോർമുല? സം ഈസ് ഈക്വൽ ടു സെൻട്രലിലെ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് തോന്നും എങ്ങനെയാണ് ഈവൺ നമ്പർ ഓഫ് ടേംസ് തരികയാണെങ്കിൽ അതിൻ്റെ സമ്മ് കാണാമെന്ന്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 3 6 9 12 15 18 ഇത്രയും ടേംസിൻ്റെ സമ്മ് കാണാൻ വേണ്ടിയിട്ട് നമ്മളെടുത്ത് പറഞ്ഞു. ഓക്കെ, ഇപ്പോൾ ഇവിടെ എത്ര ടേംസ് ഉണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ? 1 2 3 4 5 6 6 ടേമുകളുണ്ട്. നമ്മളെന്ത് ചെയ്യണം? ഈ 6 ടേമുകളുടെ സം എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അതായിരിക്കും ക്വസ്റ്റ്യൻ. അപ്പോൾ എന്ത് ചെയ്യണം? പെയർ ചെയ്യണം. 6 ടേംസ് ആകുമ്പോൾ 6ൻ്റെ പകുതി എത്ര? 3 അല്ലേ? അപ്പോൾ 3 പെയറുകൾ നമ്മൾക്ക് ഇവിടെ ഉണ്ടാക്കാം. ഒന്ന് ഇതൊരു പെയർ, ഇത് ഒരു പെയർ, ഇത് വേറൊരു പെയർ. ഇങ്ങനെ 3 പെയറുകൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഒന്നുകൂടി പറയാം, ഇതൊരു പെയർ, ഇതൊരു പെയർ, ഇതൊരു പെയർ. അപ്പോൾ ഇതിൽ ഒരു പെയറിൻ്റെ സം എത്ര? ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് x1 ആണ്, ഇത് x2 ആണ്, ഇത് x3 ആണ്, ഇത് x4 ആണ്, ഇത് x5 ആണ്, ഇത് x6 ആണ്. ഈ x3യും x4ൻ്റെയും സം എത്ര? x3 പ്ലസ് x4 ഈസ് ഈക്വൽ ടു 9 പ്ലസ് 12. എത്രയാണ് 9 പ്ലസ് 12? 21. കിട്ടിയില്ലേ? ഇനി അടുത്ത പെയർ എന്താണ്? x2ഉം x5ഉം കൂടി, അതായത് 6ഉം 15ഉം കൂടി ആഡ് ചെയ്യുക. x2 പ്ലസ് x5 ഈസ് ഈക്വൽ ടു 6 പ്ലസ് 15 വിച്ച് ഈസ് ഈക്വൽ ടു 21 തന്നെ. ഇനി അടുത്ത പെയർ എന്താണ്? 3ഉം 18ഉം ആണ് അടുത്ത പെയർ. x1ഉം x6ഉം. x1 പ്ലസ് x6 ഈസ് ഈക്വൽ ടു 3 പ്ലസ് 18 വിച്ച് ഈസ് ഈക്വൽ ടു 21. ഇപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഇവിടെ എല്ലാത്തിൻ്റെയും സമ്മ് 21 ആണ്. ഈ രണ്ട് പെയറിൻ്റെ സമ്മ് 21,
x2 പ്ലസ് x5ൻ്റെ സമ്മ് 21. ലാസ്റ്റ്ലി x1 പ്ലസ് x6ൻ്റെ സമ്മും 21 ആണ്. അത് മനസ്സിലായോ? അത്രേ ഉള്ളൂ. ഈ പെയറുകൾ തമ്മിൽ ചേരുമ്പോൾ എല്ലാത്തിൻ്റെയും സമ്മ് സെയിം സമ്മായിരിക്കും. എന്തുകൊണ്ടാണ് ഇവിടെ ഇവർ പെയർ ആയതെന്ന് കൂടി ശ്രദ്ധിക്കണേ. ഇവിടെ x3യും x4ഉം പൊസിഷൻ കണ്ടോ, 3യും 4ഉം ആണ് ഇവിടെ പൊസിഷൻ. 3 ഇവിടെ 4. അപ്പോൾ 3യും 4 എത്ര? 3 പ്ലസ് 4 എത്രയാണ്? 7. ഇനി ഈ x2 x5 കണ്ടോ, ഇതിൽ 2ൻ്റെയും 5ൻ്റെയും സമ്മ് എത്ര? 2 പ്ലസ് 5 ഈസ് ഈക്വൽ ടു 7. അതും 7 ആണ്. പിന്നെ ഈ x1 x6 കണ്ടോ, അതിലെ പൊസിഷൻ എന്താ? 1ഉം 6ഉം. ഈ 1ഉം 6ഉം ആഡ് ചെയ്താൽ എന്താ? 7. അങ്ങനെ സെയിം പൊസിഷൻസ് തമ്മിലുള്ള നമ്പേഴ്സിൻ്റെ സമ്മ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സെയിം വരുന്ന എല്ലാ ടേംസിൻ്റെയും സമ്മ് എന്തായിരിക്കും? സെയിം തന്നെ ആയിരിക്കും. അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ ഇവിടെയുള്ള ഈ 3 പെയേഴ്സിൻ്റെയും സമ്മ് എന്താണ്? സെയിം ആണ്. അപ്പോൾ നമ്മളിനി എന്ത് ചെയ്യണം? എത്ര പെയറുണ്ട്? 3 പെയറുണ്ട്. ഓക്കെ, 3 പെയറുണ്ട് ഇൻറ്റു ഒരു പെയറിൻ്റെ സമ്മ് എത്ര? 21. അപ്പോൾ എന്ത് കിട്ടും? 21 ഇൻറ്റു 3 എത്ര? 63 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഈവൺ നമ്പർ ഓഫ് ടേംസ് ഉള്ള ഒരു അരിത്തമാറ്റിക് സീക്വൻസ് നമുക്ക് തരികയാണെങ്കിൽ അതിൻ്റെ സമ്മ് എന്ന് പറയുന്നത് ഒരു പെയറിൻ്റെ സമ്മ് ഇൻറ്റു എന്ത് ചെയ്യണം? ടോട്ടൽ നമ്പർ ഓഫ് പെയേഴ്സ്. അതായത് 6 നമ്പർ ഓഫ് ടേംസ് ഉള്ള ഒരു അരിത്തമാറ്റിക് സീക്വൻസ് ആണെങ്കിൽ അതിൻ്റെ പകുതി നമ്പർ ആയിരിക്കും അതിലുള്ള പെയേഴ്സ്. അപ്പോൾ അതാണ് ടോട്ടൽ നമ്പർ ഓഫ് പെയേഴ്സ് ഇൻ ആൻ ഈവൺ നമ്പർ ഓഫ് ടേംസ് ഇൻ ആൻ അരിത്തമാറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ 3 പെയറാണ്. 3 ഇൻറ്റു ഒരു പെയറിൻ്റെ സമ്മ് എടുത്തു 21. അപ്പോൾ 3 ഇൻറ്റു 21 ഈസ് ഈക്വൽ ടു 63. അങ്ങനെയാണ് ഈവൺ നമ്പർ ഓഫ് ടേംസ് ഉള്ള ഒരു അരിത്തമാറ്റിക് സീക്വൻസിൻ്റെ സമ്മ് നമ്മൾ കണ്ടുപിടിക്കുക. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്കൊരു കാര്യം നോക്കാം. ഇതേ സീക്വൻസ് തന്നെ എടുക്കാം. അത് എളുപ്പമാവാൻ വേണ്ടിയിട്ടാണ് സെയിം സീക്വൻസ് തന്നെ ഉപയോഗിച്ചിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നത്. പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് കൂടിയാണ്. ഓക്കെ, 3 6 9, അടുത്തെന്താ? 12 15 18 21 അങ്ങനെ പോകുന്ന അരിത്തമാറ്റിക് സീക്വൻസ്. ഓക്കെ, ഇതിൽ നമ്മൾ ഏതെങ്കിലും അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള 3 ടേംസ് എടുക്കുകയാണ്. ഏതെങ്കിലും അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള 3 ടേംസ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 3യും 9ഉം 12ഉം എടുത്തു. ഈ 3 ടേംസ് നമ്മളെടുത്ത് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇവിടെ ഈ 9 ആണല്ലോ സെൻട്രലിലുള്ള ടേം. ആ 9ൻ്റെ 2 സൈഡിലുള്ള ടേംസ് ഏതൊക്കെയാണ്? 6ഉം 12ഉം ആണ് 2 സൈഡിലുള്ള ടേംസ്. അപ്പോൾ 6 പ്ലസ് 12 ഡിവൈഡഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? നമുക്ക് നോക്കാം. 18/2 വിച്ച് ഇസ് ഈക്വൽ ടു 9. അതായത് ഈ 6ഉം ഈ 12ഉം ആഡ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 9 കിട്ടും. ഇതേ കാര്യം തന്നെ ഇത് നമുക്ക് 3 അഡ്ജസൻ്റ് ആയിട്ടുള്ള ടേം എടുത്ത് നമുക്ക് നോക്കാം ഇതേപോലെ തന്നെയാണോ എന്ന്. ഇപ്പോൾ ഈ 12ഉം ഈ 15ഉം 18ഉം നമ്മൾ എടുക്കുകയാണ്. ഓക്കെ, ഞാൻ ഈ 9ൻ്റെ ഒന്ന് മായ്ക്കട്ടെ, അപ്പോൾ നമുക്ക് കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാവും. ഇപ്പോൾ ഈ 12ഉം ഈ 15ഉം ഈ 18ഉം എടുത്തു. അപ്പോൾ ഈ 15ആണ് സെൻറ്ററിലുള്ളത്. ഓക്കെ, അപ്പോൾ 15ൻ്റെ 2 സൈഡിലുള്ള എന്താ? 12ഉം 18ഉം ആഡ് ചെയ്ത് ഡിവൈഡഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ 15 കിട്ടും. നമുക്ക് നോക്കി നോക്കാം 15 കിട്ടുമെന്ന്. 12ഉം 18ഉം എന്താണ്? 30 ഡിവൈഡഡ് ബൈ 2 വിച്ച് ഇസ് ഈക്വൽ ടു 15. കിട്ടിയില്ലേ? ഇപ്പോൾ മനസ്സിലായില്ലേ? ഈ 12ഉം 18ഉം ആഡ് ചെയ്തതിന് ശേഷം ഈ 12ഉം 18ഉം ആഡ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 30/2 എന്ന് കിട്ടും. അതെന്താണ്? 15 തന്നെ ആയിരിക്കും. സെൻറ്ററിലുള്ള ടേം തന്നെ ആയിരിക്കും. ഇപ്പോൾ ഇവിടെ എത്ര ടേംസ് ഉണ്ട്? 1 2 3 4 5 6 7.
സെവൻ നമ്പർ ഓഫ് ടേംസ് ഉണ്ട്. ഓക്കെ, ഇതിൽ വേറൊരു പ്രത്യേകത കൂടി കാണിച്ചു നോക്കാം. നമ്മളിപ്പോൾ ഏത് സെൻറ്ററിലുള്ള ടേം എടുത്തിട്ട് ചെയ്താലും ഇതേപോലെ നമുക്ക് അതിൻ്റെ രണ്ട് സൈഡിലുള്ള ടേംസ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇതേ കാര്യം തന്നെ കാണാൻ പറ്റും. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ 7 ടേംസ് ഉണ്ട്. അപ്പോൾ 7 ടേംസ് ആണെങ്കിൽ നാലാമത്തെ ടേം ആയിരിക്കുമല്ലോ സെൻറ്ററിലുള്ള ടേം. നമുക്കിനി ആഡ് ചെയ്ത് നോക്കാം. ഈ 3യും 21ഉം എടുക്കുക. ഓക്കെ, ഈ 3യും 21ഉം എടുത്തിട്ട് ആഡ് ചെയ്യാം. ഓക്കെ, 21 + 3 ഡിവൈഡഡ് ബൈ 2 ഈസ് ഈക്വൽ ടു എത്ര വരും? 21 + 3 എത്ര? 24 ഡിവൈഡഡ് ബൈ 2 ഈസ് ഈക്വൽ ടു 12 എന്ന് കിട്ടും. ഇതേ 3യും 21ഉം കൂടി ആഡ് ചെയ്തപ്പോൾ സെൻറ്ററിലുള്ള 12 കിട്ടി. ഇനി നമുക്ക് നോക്കാം, 6ഉം 18ഉം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടുന്നത്? ഓക്കെ, 6 + 18 ഡിവൈഡഡ് ബൈ 2 എത്ര കിട്ടും? 24 ഡിവൈഡഡ് ബൈ 2 വിച്ച് ഈസ് ഈക്വൽ ടു 12. ഇപ്പോൾ ഈ ഒരു 6ഉം 18ഉം ആഡ് ചെയ്ത് ഡിവൈഡഡ് ബൈ 2 ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 12 തന്നെ കിട്ടി. ഇതും അരിത്തമാറ്റിക് സീക്വൻസിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ്. ഓക്കെ, ഞാൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത് ഇതേ സീക്വൻസ് വെച്ചിട്ട് തന്നെ നമുക്കൊരു ടേം തന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് സീക്വൻസ് ഏതാണെന്ന് നമുക്ക് നമുക്ക് സീക്വൻസ് ഏതാണെന്ന് തന്നിട്ടുണ്ട്. 3 6 9 12 15 ഇതൊരു സീക്വൻസ്, ഇത് നമുക്ക് തന്ന സീക്വൻസ് ആണ്. ഓക്കെ, ഇതിൽ ഒരു ടേം അവർ തന്നിട്ടുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ടേം 30 ആണെന്ന് അവർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഇത് വച്ചിട്ട് ഇത് എത്രാമത്തെ ടേമാണ്? ഈ 30 എന്ന് പറയുന്നത് ഈ ഒരു അരിത്തമാറ്റിക് സീക്വൻസിലെ എത്രാമത്തെ ടേം ആണെന്ന് കണ്ടുപിടിക്കേണ്ട എങ്ങനെ ഒരു ഫോർമുല വെച്ചിട്ട് നമുക്കത് കണ്ടുപിടിക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ നോക്കാം, n ഈസ് ഈക്വൽ ടു, n മീൻസ് എത്രാമത്തെ ടേം ആണെന്ന്. n ഈസ് ഈക്വൽ ടു xn, nth ടേം. നമുക്ക് തന്നിട്ടുള്ള ടേം 30 ആണ്. അപ്പോൾ nth ടേം മൈനസ് x1. ഓക്കെ, ഫസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ 2 + 1. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ 30 എത്രാമത്തെ ടേം ആണെന്ന് കിട്ടും. അപ്പോൾ n എന്താണ്? n ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഈസ് ഈക്വൽ ടു xn എന്താണ്? 30 ആണ് നമുക്ക് തന്നിട്ടുള്ളത്. 30 എത്രാമത്തെ, ഈ സീക്വൻസിലെ എത്രാമത്തെ ടേം ആണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, xn മൈനസ് ഫസ്റ്റ് ടേം എന്താണ്? 3 ഡിവൈഡഡ് ബൈ, ഇവിടെ കോമൺ ഡിഫറൻസ് എന്താണ്? 6 - 3 3, 9 - 6 3, 12 - 9 3. അപ്പോൾ കോമൺ ഡിഫറൻസ് എത്രയാണ്? 3 + 1. ഇതിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചത് എത്രാമത്തെ ടേം ആണെന്ന് നമുക്ക് കിട്ടും. 30 - 3 എന്താണ്? 27/3 + 1 which is equal to 27/3 എത്രയാണ്? 9 + 1 which is equal to 10. So therefore n is equal to 10. അപ്പോൾ ഇത് n എന്താണ്? എത്രാമത്തെ ടേമാണ്? 10ാമത്തെ ടേമാണ്. ഈ 30 എന്ന് പറയുന്ന ഈ ഒരു ടേം ഈ ഒരു അരിത്തമാറ്റിക് സീക്വൻസിലെ 10ാമത്തെ ടേം ആണെന്നാണ് നമ്മൾ ഈ ഫോർമുല വെച്ച് കണ്ടുപിടിച്ചിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ ഈ അരിത്തമാറ്റിക് സീക്വൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ ടോപ്പിക്കുകളും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പ്രോബ്ലംസ് ആണ് ചെയ്യാനുള്ളത്. അപ്പോൾ പ്രോബ്ലംസ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ, അടുത്ത വീഡിയോയിലായിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ തൽക്കാലത്തേക്ക് നമുക്ക് ബൈ പറയാം. ഇത്രയും സമയം കണ്ടിരുന്നതിനും കേട്ടിരുന്നതിനൊക്കെ ഒരുപാട് നന്ദി. വീണ്ടും കാണുന്നത് വരെ ബൈ.